പ്രപഞ്ചത്തിന്റെ ഗതിയിലും രൂപത്തിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇതാണ് പുതിയ കണ്ടെത്തൽ. ഈ ഒരു എക്സ്പീരിമെന്റ് ചെയ്തത് സൗത്ത് പോൾ ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്. 10 മീറ്റർ നീളമുള്ള ഈ ഒരു സൗത്ത് പോൾ ടെലസ്കോപ്പിന് 16,000 ഡിറ്റക്ടറുകളാണ് ഉള്ളത്. ഈ ഒരു ഡിറ്റക്ടർ തരംഗ ദൈർഘ്യമുള്ള വെളിച്ചത്തെ പോലും കണ്ടെത്താൻ സഹായിക്കും. ഈ സൗത്ത് പോൾ ടെലസ്കോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആംസ്റ്റൺ സ്കോട്ട് സൗത്ത് പോൾ സ്റ്റേഷൻ ഇൻ അന്റാർട്ടിക്കയിലാണ് ഇതുള്ളത്. 2.5 വർഷമായിട്ട് ഈ ഒരു ഇന്റർനാഷണൽ ടീം ഈ മെയിൻ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. മുൻപുള്ള യൂണിവേഴ്സിലെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിലെ മാറ്റേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാരണം ഉണ്ടായ പോളറൈസേഷൻ പാറ്റേൺസും ടെമ്പറേച്ചറിന്റെ മെഷർമെന്റ്സിലും കൃത്യത വരുത്താനാണ് ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. ഈ ഡാറ്റ നമ്മുടെ ആകാശത്തിന്റെ 1/4 ഭാഗവും കവർ ചെയ്യുന്നുണ്ട്. ഗാലക്സികളുടെ 3D ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ ഈ സൗത്ത് പോൾ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഇവർ കുറച്ച് മാപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടത്തെ യൂണിവേഴ്സിൻ്റെയും ഇപ്പോഴത്തെ യൂണിവേഴ്സിൻ്റെയും ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പീരിമെൻറ്റ് ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ് ഡേസി ഇതിൻ്റെ കൊളാബറേഷനിലൂടെയായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡാർക്ക് എനർജി എപ്പോഴും വീക്കായിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് പുതിയൊരു കണ്ടെത്തൽ. അതേപോലെ തന്നെ ഇത് ഓരോ കാലഘട്ടം കഴിയും തോറും വീക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലും ഗതിയിലും മാറ്റം വരുന്നത്. ഇത് ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു എക്സ്പാൻഷൻ നിന്നേക്കാം എന്നും ഇവർ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ രൂപത്തിലും ഗതിയിലും മാറ്റം വരുന്ന സമയത്ത് നമ്മൾക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. കാരണം ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും അത് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾക്കും കൂടെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം കിട്ടാറുണ്ട് അല്ലേ? സമയത്തിലും വേഗത്തിലും. അതേപോലെ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനൊക്കെ കാരണങ്ങളും ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡും ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ബൈ.